ഒരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇരുവശത്തും മരങ്ങളാൽ തിങ്ങി നിൽക്കുന്ന റോഡിലൂടെ ഒരു യാത്ര. ആദ്യമാകട്ടെ എൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പൻജി റൂട്ടിലേക്ക് വണ്ടി തിരിച്ചു. മൂടിക്കെട്ടിയ കാർമേഘങ്ങളെ നോക്കി ന്യൂ സുവാരി ബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയി. നോർത്ത് സൗത്ത് ഗോവയെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് സുവാരി. അതിമനോഹരമാണ് അതിൻ്റെ നിർമ്മാണം. അങ്ങനെ ബ്രിഡ്ജ് ഇറങ്ങി ഞങ്ങൾ ഗോവ ടൗണിലെത്തി. ഇവിടുത്തെ കെട്ടിടങ്ങളാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചത്. ഇന്ത്യ പോർച്ചുഗീസ് മിശ്രിതമാണ് മിക്ക കെട്ടിടങ്ങളും. ഇവിടെ ഗോവൻ ടൂറിസത്തിൽ കാസിനോ വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. തത്സമയ ഓഫ്ഷോർ കാസിനോകൾ അനുവദിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യയുടെ ചെറിയ സംസ്ഥാനമാണ് ഗോവ. ബീച്ച്, ചർച്ച്, പിന്നെ അമ്പലങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഡെസ്റ്റിനേഷൻ. 450 വർഷം വരെ ഇതൊരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. 1961 ഇന്ത്യയുടെ ഭാഗമായത്. ഗോവക്ക് സംസ്ഥാന പദവി നൽകിയത് 1987 കൊങ്കണിയാണ് ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി പോകുമ്പോഴാണ് ബാഗ ബീച്ചിൻ്റെ ബോർഡ് കണ്ടത്. നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. നിങ്ങളെല്ലാവരും ബാഗ ബീച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. വളരെ പോപ്പുലറായ ഗോവയിലൊരു ബീച്ചാണ് ബാഗ ബീച്ച്. വാട്ടർ സ്പോർട്ട്, സീ ഫുഡ്, കോക്ടെയിൽസ്, പിന്നെ ഷോപ്പിംഗ്സ്, ഇതിനൊക്കെ പറ്റിയ സ്പോട്ടാണിത്. നോർത്ത് ഗോവയിലാണ് ഈ ബീച്ചുള്ളത്. പൻജിയിൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ബീച്ചിൽ എത്താനായിട്ടോ. ആരവ് ഉറങ്ങി. ആദ്യമാണെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. കാർ അവിടെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോഴേക്കും നല്ല വെയിലായി. മഴക്കാറ് മാറി. പാർക്കിംഗ് സ്പേസിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബീച്ചിലേക്ക്. ബീച്ചിലാകട്ടെ നല്ല തിരക്കും. ബീച്ചിലെത്തിയതും ആദ്യവും ആരവും നന്നായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. മഴക്കാലമായതിനാൽ കടലിൽ ഇറങ്ങിക്കളിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇറങ്ങിക്കുളിക്കുന്നവർക്കൊക്കെ അവിടെയുള്ള ഗൈഡ് അലേർട്ട് നൽകുന്നുണ്ടായിരുന്നു. കടൽ കാറ്റും തിരമാലയും എല്ലാം നമുക്കൊരു പ്രത്യേക ഫീലാണ് തരുന്നത്. കടലിലേക്ക് അങ്ങനെ നോക്കിയിരുന്നു പോവും. എന്താ അല്ലേ? കൂടുതൽ ആസ്വദിച്ചാൽ മഴ വന്ന് നനയും. അങ്ങനെ അവിടെ നിന്ന് മെല്ലെ നടന്നു. ഐസ്ക്രീം കഴിക്കാതെ എന്ത് ആഘോഷമല്ലേ? ഓരോ കോൺ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആദ്യമാകട്ടെ അവളുടെ ഫേവറേറ്റ് സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ആദ്യം ആരവും വീണ്ടും ഉറക്കമായിട്ടോ. മഴ വീണ്ടും തുടങ്ങി. നല്ലൊരു ഡ്രൈവായിരുന്നു. അതിനു പറ്റിയ ക്ലൈമറ്റും. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ പോകേണ്ട നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ബാഗ ബീച്ച്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.